2026 ജനുവരി 9 സിറാജ് എഡിറ്റോറിയൽ. മലപ്പുറം ജില്ലയുടെ വിഭജനം അനിവാര്യം. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയുമായ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന കേരളയാത്ര ബുധനാഴ്ച മലപ്പുറം ജില്ലയിലേക്ക് കടന്നപ്പോൾ ഉന്നയിച്ച മുഖ്യ ആവശ്യം ജില്ലയുടെ വിഭജനമാണ്. തീർത്തും പ്രസക്തവും സംസ്ഥാന ഭരണകൂടം അനിവാര്യമായി പരിഗണിക്കേണ്ട ആവശ്യവുമാണിത്. സർക്കാർ സേവനങ്ങൾ ജനങ്ങളിലേക്ക് വേഗത്തിൽ എത്തുന്നത് ഒരു ജില്ലയിലെ ജനസംഖ്യയെ കൂടി ആശ്രയിച്ചാണ്. ജനസംഖ്യ ഉയരുമ്പോൾ സേവനങ്ങൾ ജനങ്ങളിലേക്കെത്താൻ വൈകും. കേരളത്തിലെ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് പഠിക്കാൻ 1990കളുടെ അവസാനത്തിൽ നിയമിതനായ എം.എസ്. ജോസഫ് അധ്യക്ഷനായ സമിതിയും വി.എസ്. അച്യുതാനന്ദൻ അധ്യക്ഷനായ ഭരണപരിഷ്കരണ സമിതിയും ചൂണ്ടിക്കാട്ടിയതാണ് ഇക്കാര്യം. ജനസംഖ്യ കൂടുതലുള്ള ജില്ലകൾ വിഭജിച്ച് പുതിയ ജില്ലകൾ രൂപവൽക്കരിക്കുകയാണ് ഭരണസേവനങ്ങൾ വേഗത്തിൽ ജനങ്ങളിലെത്തിക്കാനുള്ള മാർഗമെന്ന് സമിതികൾ നിർദ്ദേശിക്കുകയുണ്ടായി. 1969 മലപ്പുറം ജില്ല രൂപവൽകൃതമായത്. അന്ന് 13.49 ലക്ഷമായിരുന്നു ജില്ലയിലെ ജനസംഖ്യ. 2011 സെൻസസ് അനുസരിച്ച് 41.12 ലക്ഷമാണ്. ആധാർ എൻറോൾമെന്റും പ്രൊജക്ഷനുകളും അടിസ്ഥാനമാക്കിയുള്ള വിലയിരുത്തൽ പ്രകാരം 46.5 ലക്ഷം വരും ജില്ലയിലെ 2024-25 ജനസംഖ്യ. രൂപവൽക്കരണ കാലത്തെ അപേക്ഷിച്ച് 3.3 മടങ്ങാണ് വർധന. അതേസമയം കോട്ടയം ജില്ലയിൽ മലപ്പുറത്തിന്റെ പകുതിയിൽ താഴെയാണ് ജനസംഖ്യ, 20.50 ലക്ഷം. പത്തനംതിട്ട, ഇടുക്കി, വയനാട് ജില്ലകളിലെ ജനസംഖ്യ യഥാക്രമം 12 ലക്ഷവും 11.5 ലക്ഷവും 8.5 ലക്ഷവുമാണ്. വയനാട് ജില്ലയേക്കാൾ ഏകദേശം 5.5 മടങ്ങ് വരും മലപ്പുറത്തെ ജനസംഖ്യ. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട എന്നീ 3 ജില്ലകളിലെ ആകെ ജനസംഖ്യ കൂട്ടിയാൽ പോലും മലപ്പുറത്തേക്കാൾ കുറവാണ്. സംസ്ഥാനത്തെ മൊത്തം ജനസംഖ്യയുടെ 14%, 1/7 മലപ്പുറത്താണ്. എന്നിട്ടും ജില്ലയിലെ ഭരണ സംവിധാനങ്ങൾ പഴയപടി തുടരുന്നത് തികച്ചും നീതികേടല്ലേ? ജില്ലാ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന ഭരണകൂടം പല വികസന പ്രവർത്തനങ്ങളും നടപ്പാക്കുന്നത്. നേരത്തെ മെഡിക്കൽ കോളേജുകളില്ലാത്ത എല്ലാ ജില്ലകളിലും ഓരോ കോളേജുകൾ തുടങ്ങാൻ സർക്കാർ തീരുമാനിച്ചു. ഇതനുസരിച്ച് 8.5 ലക്ഷം ജനസംഖ്യയുള്ള വയനാടിനും 12 ലക്ഷം ജനസംഖ്യയുള്ള ഇടുക്കിക്കും 47 ലക്ഷം ജനസംഖ്യയുള്ള മലപ്പുറത്തിനും ലഭിച്ചത് ഓരോ സർക്കാർ മെഡിക്കൽ കോളേജുകൾ. ജനസംഖ്യാനുപാതികമായി നോക്കുമ്പോൾ മലപ്പുറത്തിന് 4-5 മെഡിക്കൽ കോളേജുകൾക്ക് അർഹതയുണ്ട്. ജില്ല വിഭജിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ചുരുങ്ങിയത് 2 മെഡിക്കൽ കോളേജുകളെങ്കിലും ലഭിക്കുമായിരുന്നു. ജനസംഖ്യാനുപാതികമായി വിലയിരുത്തുമ്പോൾ വികസന ഫണ്ടിലും സർക്കാർ തസ്തികകളിലും സ്റ്റാഫ് സ്ട്രെങ്ത് വിവേചനം നേരിടുന്നുണ്ട് മലപ്പുറം ജില്ല. സർക്കാർ ഫണ്ടുകളിലെ ആളോഹരി വിഹിതം ഏറ്റവും കുറവ് മലപ്പുറത്താണ്. വിദ്യാഭ്യാസ മേഖലയിൽ ഇത് വളരെ പ്രകടം. മലപ്പുറത്തെ SSLC വിജയികളിൽ നല്ലൊരു പങ്കും +1 സീറ്റ് ലഭിക്കാതെ വലയുന്നത് ഓരോ വിദ്യാഭ്യാസ വർഷത്തെയും പതിവ് സംഭവമാണ്. കളക്ടറേറ്റുകളിലും മറ്റു സർക്കാർ ഓഫീസുകളിലും തസ്തികകൾ അനുവദിക്കുന്നത് ജനസംഖ്യാ അടിസ്ഥാനത്തിലല്ല, ഭരണപരമായ ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇത് ജനസംഖ്യ കൂടുതലുള്ള ജില്ലകളിൽ ജീവനക്കാരുടെ ജോലിഭാരം വർദ്ധിപ്പിക്കുകയും ജനങ്ങൾക്ക് സേവന ലഭ്യത വൈകിപ്പിക്കുകയും ചെയ്യുന്നു. അതേസമയം ജില്ലാ വിഭജനം നടന്നാൽ പുതിയ ജില്ലാ പഞ്ചായത്ത് വഴി കൂടുതൽ കേന്ദ്ര സംസ്ഥാന വികസന ഫണ്ടുകൾ എത്തും. പുതിയ കളക്ടറേറ്റ് ഓഫീസും 100 കണക്കിന് തസ്തികകളും സൃഷ്ടിക്കപ്പെടുകയും സേവനം കൂടുതൽ വേഗത്തിൽ ജനങ്ങളിൽ എത്തുകയും ചെയ്യും. ജില്ലയെ വിഭജിക്കാതെ നിലവിലെ സാഹചര്യം തുടരുന്നത് മലപ്പുറത്തെ ഓരോ പൗരനും ലഭിക്കേണ്ട അർഹമായ വിഹിതം നിഷേധിക്കലാണ്. ഇതടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളുടെയും ജനസംഖ്യാപരവും ഭൂമിശാസ്ത്രപരവുമായ അവസ്ഥകൾ സൂക്ഷ്മമായി പഠിച്ചുകൊണ്ടുള്ള ജില്ലാ പുനഃസംഘടനയാണ് വേണ്ടതെന്നും മലപ്പുറം ജില്ലക്കാരുടെ മൊത്തം വികാരമായി ഈ ആവശ്യത്തെ കാണണമെന്നും കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ജാഥ ഉപനായകനുമായ സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി മാധ്യമസമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. കേരള മുസ്ലിം ജമാഅത്ത് മാത്രമല്ല, മുസ്ലിം ലീഗ് നേതാവും തിരൂർ MLAയുമായ കുറുക്കോളി മൊയ്തീൻ,
PV അൻവർ തുടങ്ങി പലരും മലപ്പുറം ജില്ല വിഭജിക്കണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. ജില്ലാ വിഭജനത്തിന്റെ അനിവാര്യത സംസ്ഥാന സർക്കാരിനും രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കും നല്ല ബോധ്യവുമുണ്ട്. സംഘ് പരിവാർ ഇതിനെ വർഗീയമായി വ്യാഖ്യാനിച്ച് മുതലെടുപ്പ് നടത്തുമെന്ന ആശങ്ക മൂലം സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞ് ഒഴിഞ്ഞുമാറുകയാണ് സർക്കാർ. പുതിയ കളക്ടറേറ്റ്, ജില്ലാ പ്ലാനിംഗ് ഓഫീസ്, ജില്ലാ ആശുപത്രി, കോടതികൾ തുടങ്ങി പുതിയ ജില്ലാ സംവിധാനങ്ങൾക്ക് ശതകോടികൾ ചെലവ് വരും. നിലവിലെ സാഹചര്യത്തിൽ ഇത് താങ്ങാനാകുന്നതല്ലെന്ന് സർക്കാർ പറയുന്നു. ജില്ല വിഭജിക്കുന്നത് ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്കോ മുന്നണിക്കോ കൂടുതൽ കരുത്ത് നൽകുമോ എന്ന ഭയവുമുണ്ട് ചിലർക്ക്. വർഷാന്തം വിവിധ ആവശ്യങ്ങൾക്ക് കോടികൾ ചെലവിടുന്ന സർക്കാർ മലപ്പുറത്തെ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കാൻ തുക ചെലവിടുന്നതിൽ കാണിക്കുന്ന വിമ്മിഷ്ടം ദുരൂഹമാണ്. വികസന രംഗത്തെ അസന്തുലിതാവസ്ഥ ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യനീതിക്കും തുല്യതയ്ക്കും കടകവിരുദ്ധമാണെന്ന കാര്യം ബന്ധപ്പെട്ടവർ വിസ്മരിക്കരുത്.